So now we are going to discuss PN junction. PN junction. നമ്മൾ പറഞ്ഞു സെമി കണ്ടക്ടറിൽ പ്യുവർ സെമി കണ്ടക്ടർ ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ അതിനെ ഇൻട്രൻസിക് എന്ന് പറയും. അതിന് എക്സാമ്പിൾ ആയിരുന്നു നമ്മുടെ ജർമേനിയവും സിലിക്കണും. അതിനെ നമുക്ക് രണ്ട് രീതിയിൽ ഡോപ്പ് ചെയ്ത് പി ടൈപ്പ് ആക്കാം, രണ്ടാമത് അതിനെ എൻ ടൈപ്പ് ആക്കാം. ഒരു ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി, അതായത് വാലന്റ് ഷെല്ലിൽ ഇൻട്രൻസിക് അല്ല ജർമേനിയം സിലിക്കണും ആണെങ്കിൽ 4 ഇലക്ട്രോൺ ആണുള്ളത്. ട്രൈവാലന്റ് ആയ ഒരു പി ടൈപ്പ് ഒരു ആറ്റം ഡോപ്പ് ചെയ്ത് കഴിയുമ്പം, അതായത് അലുമിനിയം, ബോറോൺ, ഗാലിയം, ഇൻഡിയം ഇതൊക്കെ ഡോപ്പ് ചെയ്ത് കഴിയുമ്പം ഒരു വൺ ഹോൾ അവിടെ ഉണ്ടാകും. അതാണ് ഈ പി ടൈപ്പ് അല്ലെങ്കിൽ പോസിറ്റീവ് ചാർജ് ഒരു ഹോളിന്റെ പ്രസൻസ് മൂലമാണ്. Now considering the case of a n-type conductor, we doped this material with a pentavalent atom or molecule or elements such as arsenic, antimony, bismuth. Arsenic, antimony, SB എന്ന representation, and bismuth. അങ്ങനെ ഡോപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേന് അവിടെ 1 എക്സ്ട്രാ ഇലക്ട്രോൺ, 1 ഫ്രീ ഇലക്ട്രോൺ ഉണ്ടാകും. അതിനെയാണ് നമ്മൾ എൻ ടൈപ്പ് എന്ന് പറയുന്നത്. അതിനൊരു നെഗറ്റീവ് ചാർജ്. ഇനി പി എൻ ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു പി ടൈപ്പിനെ, അതായത് ട്രൈവാലന്റ് ആയിട്ടുള്ള ഒരു മെറ്റലിലേക്ക് അല്ലെങ്കിൽ ഒരു മെറ്റല് അല്ലെങ്കിൽ ഒരു സെമി കണ്ടക്ടറിലേക്ക്, എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറിലേക്ക് പെൻഡാവാലൻ്റായ ഒരെണ്ണം സാൻഡ്വിച്ച് ചെയ്തെടുക്കും. അതായത് രണ്ടും കൂടെ ഒരുമിച്ച് ഡോപ്പ് ചെയ്തെടുക്കും. അതായത് ഇതിൻ്റെ സെൻട്രൽ റീജിയൻ വരെ ഒരു സൈഡ് പിയും ഒരു സൈഡ് എന്നും ആയിരിക്കും. ദിസ് ഈസ് ദ പി റീജിയൻ, ദിസ് ഈസ് ദ എൻ റീജിയൻ. സോ ഇവിടെ പി ടൈപ്പിനകത്ത് നമ്മൾ പറഞ്ഞു, പി ടൈപ്പിനകത്ത് ഹോൾസ് ആണുള്ളത് 1, 2, 3, 4, 5, 6. Equal number of electrons are present in the case of n type. 1, 2, 3, 4, 5, 6. പക്ഷെ നോക്കിക്കേ, നമ്മൾ ഈ എക്സ്റ്റേണലിൽ ഒരു പൊട്ടൻഷ്യലും കൊടുക്കുന്നില്ല. അപ്പൊ എന്നാ പറ്റും? ഈ ആറ്റം ഇവിടെ ഇരിക്കും, ഈ ആറ്റം ഇവിടെ തന്നെ ഇരിക്കും. പക്ഷേങ്കിൽ ഒരു ഇലക്ട്രോൺ അല്ലെ ഹോളിന് ഇവിടുന്ന് ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റും. ഇലക്ട്രോണിന് ഇങ്ങോട്ട് മൂവ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്, അതുപോലെ തന്നെ ഹോൾസിന് ഇങ്ങോട്ട് മൂവ് ചെയ്യാൻ പറ്റും. ഈ രണ്ട് കേസിലും ഇത് രണ്ടും കൂടെ നടുക്ക് വന്നാൽ ഒരു ഹോൾ ഒരു ഇലക്ട്രോണുമായിട്ട് ചാർജിൽ അല്ലെങ്കിൽ കോണ്ടാക്റ്റിലായിട്ട് ഏർപ്പെട്ട് കഴിഞ്ഞാൽ അത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ട് അതിൻ്റെ ചാർജ് അവിടെ വെച്ച് ന്യൂട്രലൈസ് ചെയ്തു. അപ്പം അത്രയും റീജിയന് അതിനകത്ത് ഹോൾസ് ഇല്ല. അല്ലെങ്കിൽ നമുക്ക് പറയുകയാണെങ്കിൽ ഇവിടെയാണെങ്കിൽ ഒരു അയോണൈസേഷൻ, ഇവിടുന്ന് നെഗറ്റീവുകൾ, ഇവിടുന്ന് ഇലക്ട്രോൺസ് എത്രയുണ്ട്, അതിനകത്ത് വേണമെങ്കിൽ 1, 2 ഫ്രീ ആയിട്ടുള്ള ഇലക്ട്രോൺസിന് ഇങ്ങോട്ട് പോരാം. ഇവിടുന്ന് 1, അപ്പം കൃത്യം ഹോൾസുകൾ ഇങ്ങോട്ട് പോരും. അവിടെ ഒരു നെറ്റ് ചാർജ് ഒന്നുമില്ല, എല്ലാം ക്യാൻസൽ ചെയ്തു പോയി. ആ റീജിയനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിപ്ലീഷൻ റീജിയൻ. So, in the case of a PN junction, the depletion region is present. അപ്പം ഹിയർ നോക്കിയാൽ ഇപ്പം നമുക്കൊരു ചെറിയ ഒരു പൊട്ടൻഷ്യൽ അവിടെ ഉണ്ടായി, ഒരു വെരി ലോ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ വെരി ലെസ് പൊട്ടൻഷ്യൽ അറ്റ് ദ സെന്റർ. ആ റീജിയനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിപ്ലീഷൻ റീജിയൻ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ചെറിയ പൊട്ടൻഷ്യൽ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ
ഇങ്ങനെ പോയി അയോണൈസേഷൻ നടന്നിരുന്നു കഴിഞ്ഞാൽ പിന്നീട് ഇലക്ട്രോണിനെ അങ്ങോട്ടോ ഇങ്ങോട്ടോ കടത്തിവിടാൻ ഈ അയോൺസ് സമ്മതിക്കില്ല. അപ്പോൾ അതിനെ വിളിക്കുന്ന മറ്റൊരു ടേം നമ്മൾ ഒന്നുകൂടെ പറയാറുണ്ട്, പൊട്ടൻഷ്യൽ ബാരിയർ. പൊട്ടൻഷ്യൽ ബാരിയർ. ഇവിടെയാണ് ഒരു PN ജംഗ്ഷന്റെ കേസിൽ നമ്മൾ പറയുന്നത് ഡോപ്പിങ് കൂട്ടിക്കഴിഞ്ഞാൽ ഡിപ്ലീഷൻ റീജിയന്റെ വീതി കുറയ്ക്കാം. അപ്പം ഡിപ്ലീഷൻ റീജിയൻ വലുതാണെങ്കിൽ അവിടത്രയും വലിയ പൊട്ടൻഷ്യൽ ആയിരിക്കും. അല്ലെങ്കിൽ പുറത്തുനിന്ന് ബാറ്ററി കൊടുത്ത് Pനെ Nനെ അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളണമെങ്കിൽ വലിയ പൊട്ടൻഷ്യൽ വേണ്ടി വരും. അപ്പം ബൈ ഇൻക്രീസിങ് ഡോപ്പിംഗ് we can decrease the width of depletion region. ഇത്രയും കാര്യങ്ങളാണ് ശരിക്കും PN ജംഗ്ഷനിൽ ഡിപ്ലീഷൻ റീജിയൻ അല്ലെ PN ജംഗ്ഷൻ എന്ന് പറയുന്നത്. സോ PN ജംഗ്ഷനിൽ ഒരു P ടൈപ്പ് സെമി കണ്ടക്ടർ is sandwiched or fused with N type semiconductor. The electron from N type in electron move ചെയ്യും, P type in holes move ചെയ്യും. അത് നടുക്ക് വന്ന് ന്യൂട്രലൈസ് ചെയ്യും. ആ സെൻട്രൽ പോർഷനിൽ ഒരു ചെറിയ പൊട്ടൻഷ്യൽ ഉണ്ടാവും. ആ സെൻട്രൽ റീജിയനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിപ്ലീഷൻ റീജിയൻ. അപ്പം ഡിപ്ലീഷൻ റീജിയന്റെ വീതി കുറയ്ക്കുക, അല്ലെങ്കിൽ ബാക്കി അയോൺസിനെ ഇങ്ങോട്ടും ഇങ്ങോട്ടും ഓവർലാപ്പ് ചെയ്ത് വിടാൻ വേണ്ടിയാണ് നമ്മൾ പുറത്തുനിന്ന് ഒരു ബാറ്ററി കൊടുത്ത് ഇതിനെ നമുക്ക് ഇലക്ട്രോണിനെ അങ്ങോട്ടും ഹോൾസിനെ ഇങ്ങോട്ടും മൈഗ്രേറ്റ് ചെയ്യിപ്പിക്കാം. അതിനെയാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത് ഫോർവേഡ് ആൻഡ് റിവേഴ്സ് ബയാസ്. ഇതൊന്ന് എഴുതിയെടുത്തേ മുഴുവൻ. ഒരു P ടൈപ്പ് മെറ്റീരിയൽ ഒരു N ടൈപ്പ് മെറ്റീരിയൽ ആയിട്ട് ഫ്യൂസ് ചെയ്യിപ്പിക്കുന്നതാണ് PN ജംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. അങ്ങനെ ഒരു Pയും Nനും കൂടെ മൂവ് ചെയ്യുമ്പം P ടൈപ്പിൽ നമുക്കറിയാം ഹോൾസ് ഉള്ളതാണ് P ടൈപ്പ്, ഇലക്ട്രോൺസ് ഉള്ളതാണ് N ടൈപ്പ്. അപ്പം ഇത് രണ്ടും കൂടെ എന്ത് ചെയ്യും? അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ തുടങ്ങുമ്പം ഇതിൻ്റെ സെൻട്രൽ റീജിയനിൽ P ടൈപ്പിലെ ഹോള് N ടൈപ്പിലെ ഇലക്ട്രോണുമായി ചേർന്ന് രണ്ടൊന്ന് പോസിറ്റീവ് ചാർജ് ഒന്ന് നെഗറ്റീവ് ചാർജ്, ഇലക്ട്രോൺ ഉണ്ട് ഇല്ല, അത് രണ്ടും കൂടെയും ക്യാൻസൽ ചെയ്ത് ന്യൂട്രലായി. അങ്ങനെ ന്യൂട്രലായ ഒരു ചാർജ് ഇവിടെ ഉണ്ടായെങ്കിൽ ഒരു ചെറിയ പൊട്ടൻഷ്യൽ അവിടെ ഉണ്ടാകും. അതിനെയാണ് നമ്മൾ വിളിക്കുന്നത് എ സ്മോൾ പൊട്ടൻഷ്യൽ ബാരിയർ ഈസ് ഡെവലപ്ഡ് ദെയർ ആൻഡ് ദാറ്റ് റീജിയൻ ഈസ് കോൾഡ് ഡിപ്ലീഷൻ റീജിയൻ. അപ്പം ഡിപ്ലീഷൻ റീജിയന്റെ വീതി കുറയ്ക്കാൻ പറ്റുന്ന ഒരു മാർഗമാണ് ദാറ്റ് ഈസ് ഡിപ്പെൻഡ് അപ്പോൺ ദ ഡോപ്പിംഗ്. ഡോപ്പിംഗ് കൂട്ടിക്കഴിഞ്ഞാൽ ഇതിന്റെ വീതി കുറയ്ക്കാം, അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഇലക്ട്രോണുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും കടത്തിവിടാം. ഇത് ഡോപ്പിംഗ് കുറച്ച് അല്ലെങ്കിൽ ഡോപ്പിംഗ് കുറവാണെങ്കിൽ ഡിപ്ലീഷൻ റീജിയന്റെ വീതിയും കുറയും. ഡോപ്പിംഗ് കൂടാന്ന് പറഞ്ഞാൽ കൂടുതൽ ഇലക്ട്രോൺ അവിടെയുണ്ട്, കൂടുതൽ ഹോൾസ് അവിടെയുണ്ട്. അപ്പൊ പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കടത്തിവിടാൻ പറ്റും. അപ്പൊ ഡിപ്ലീഷൻ റീജിയന്റെ വീതി കുറവായി. ഡോപ്പിംഗ് കുറവാണെങ്കിൽ ഡിപ്ലീഷൻ റീജിയന്റെ വീതി കുറവായി. ഇതിനെ ഓവർകം ചെയ്യാനുള്ള രണ്ട് മെത്തേഡാണ് ഫോർവേഡ് ബയാസിങ് ആൻഡ് റിവേഴ്സ് ബയാസിങ് ഓഫ് ദ PN ജംഗ്ഷൻ. അപ്പൊ നമ്മളിവിടെ പറഞ്ഞ ഈ ഡിപ്ലീഷൻ റീജിയൻ അല്ലേ, നമ്മളിപ്പോൾ പറഞ്ഞ രണ്ട് മെറ്റീരിയൽ നമുക്കുണ്ട്. നമ്മൾ പ്യുവർ ആയിട്ടുള്ള സെമി കണ്ടക്ടർ രണ്ടെണ്ണം പറഞ്ഞു, ഒന്ന് ജെർമേനിയവും ഒന്ന് സിലിക്കണുമാണ്. അപ്പൊ ജെർമേനിയത്തിന്റെ കേസിൽ ദ ഡിപ്ലീഷൻ റീജിയന്റെ വാല്യൂ അല്ലെ ഇവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 0.7 വോൾട്ട് ആണ്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ചെയ്യുമ്പോൾ ഞാൻ നീ വോൾട്ടേജ് എന്ന് പറഞ്ഞത് പറയും ഗ്രാഫ് വരയ്ക്കുമ്പോൾ. In the case of germanium it is 0.7 and in the case of silicon it is 0.3 volt. This in the case of that is a വളരെ ചെറിയ 0.3 or 0.7 volt. That is a potential barrier developed or the depletion width of the depletion region in pure germanium and silicon. Okay. So next PN junction de biasing of PN junction.
അതിന് നമുക്ക് രണ്ടെണ്ണം ഉണ്ട്. ഒന്നാണ് ഫോർവേഡ് ബയാസ്, സെക്കൻഡ് വൺ ആണ് റിവേഴ്സ് ബയാസ്. ഇപ്പം നമ്മളുടെ പി എൻ ജംഗ്ഷൻ എടുക്കുക. നമുക്കറിയാം ഈ പറയുന്ന പോലെ വൺ സൈഡ് എന്ന് പറയുന്നത് പി ആയിരിക്കും, വൺ സൈഡ് എൻ ആയിരിക്കും. ഇവിടെയും പി എൻ ജംഗ്ഷൻ എടുക്കുക. ഒരു സൈഡ് പി ആണ്, ഒരു സൈഡ് എൻ ആണ്. ഇത് രണ്ടും തമ്മിൽ ഇവിടെ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നു. ഇവിടെയാണെങ്കിൽ പി എൻ, ഇവിടെയാണെങ്കിൽ ഇതിന്റെ വീതി കൃത്യമായിരിക്കണം കേട്ടോ. ഇവിടെ പി എന്ന് പറയുമ്പോൾ ഹോളാണ്, ഇവിടെ എൻ എന്ന് പറയുമ്പം ഇലക്ട്രോൺ ആണ്. പിന്നെ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഫിഗർ വരയ്ക്കുമ്പോൾ ഇവിടെ ഒരു ഡോട്ടഡ് ലൈൻ കൊണ്ട് ഒരു ഡിപ്ലീഷൻ റീജിയനോടെ വരച്ചേക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും ചാർജ് കടന്നു പോകാത്ത കൃത്യമായ ഒരു ചെറിയ സ്പേസിങ് അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് വിട്ടിട്ട് ഇലക്ട്രോണുകളെയും ഹോളുകളെയും എനിക്ക് ഹോൾസിനെയും എന്നിന് ഇലക്ട്രോൺസിനെയും വരയ്ക്കണം. These are the fusing of p-type and n-type semiconductors. Now, in the case of forward bias, അതായത് ഫോർവേഡ് എന്ന് പറഞ്ഞാൽ ഈ സർക്യൂട്ട് എനിക്ക് കംപ്ലീറ്റ് ചെയ്യിപ്പിക്കണം. അല്ലെങ്കിൽ ഈ അവിടുന്ന് ഒരു കറണ്ട് കൊടുത്താൽ, അല്ലെങ്കിൽ ഈ ഇലക്ട്രോൺ ഹോള് നമ്മൾ ആദ്യം പറഞ്ഞില്ലേ ഒരു ഡിപ്ലീഷൻ റീജിയൻ ഉണ്ട്, അതിനെ ഓവർകം ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. ഓവർകം the depletion region. Depletion region ഓവർകം ചെയ്യുമ്പം നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്ന, ഇപ്പം നോക്കി അതിന് എന്നാ ചെയ്യണമെന്ന് ചോദിച്ചാൽ, ഒരു ബാറ്ററിയുടെ പോസിറ്റീവ് സൈഡ് ഈ സൈഡിലും പിയിലും, നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററി ഈസ് കണക്റ്റിംഗ് ടു ദ എൻ ടൈപ്പ് ഓർ എൻ പാർട്ട് ഓഫ് ദ പി എൻ ജംഗ്ഷൻ. അപ്പോൾ എന്നാ പറ്റും? ഹിയർ ഇറ്റ് ഈസ് എ പോസിറ്റീവ് ചാർജ്. ഈ പോസിറ്റീവ് ചാർജ് ഈ പി ടൈപ്പിലെ അല്ലെങ്കിൽ പി ടൈപ്പിലെ ഹോൾസിനെ ഇങ്ങോട്ട് തള്ളും. ഹിയർ ദ നെഗറ്റീവ് പൊട്ടൻഷ്യൽ ഓൾസോ അപ്ലൈഡ് എ ഫോർവേഡ് മോഷൻ ഓഫ് ദി ഇലക്ട്രോൺ ടു ദ സെൻട്രൽ റീജിയൻ. അത് രണ്ടും കൂടെ എപ്പോഴും കമ്പൈൻ ചെയ്ത് ഇലക്ട്രോൺ ഹോൾ പെയർ ഉണ്ട്, അല്ലെങ്കിൽ ഇലക്ട്രോൺ ഹോൾ കോമ്പിനേഷൻ ഉണ്ടാവും. അതായത് നമ്മൾ പറഞ്ഞ പോലെ ഒരു വി ഐ, ഇപ്പം നമ്മളുടെ ഒരു വി ഐ ഗ്രാഫ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, അതായത് വോൾട്ടേജ് വേഴ്സസ് ഇവിടെ ഒരു കറണ്ട് ഉണ്ടാകുമല്ലോ കമ്പൈൻ ചെയ്യുമ്പോൾ ഇലക്ട്രോണും ഹോളും കൂടെ ചേർന്ന് ഒരു വി ഐ ഗ്രാഫ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, കൺസിഡർ ദ വി ഐ ഗ്രാഫ് ഓഫ് എ ഫോർവേഡ് ജംഗ്ഷൻ. ദിസ് ഈസ് ദ വോൾട്ടേജ് ദാറ്റ് വി ആർ അപ്ലൈയിങ് ഹിയർ. ദിസ് ഈസ് ദ കറണ്ട് ഐ or forward current. Forward current developed, the V or applied voltage. അപ്പോൾ ആദ്യം നോക്കി, ആദ്യം കൊടുക്കുന്ന ഇവിടെ നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ, ഇവിടെ എന്തുകൊണ്ട് ഒരു ഡിപ്ലീഷൻ റീജിയൻ ഒരു പൊട്ടൻഷ്യൽ ബാരിയർ ഉണ്ട്. അതിനകത്ത് ഈ വശത്താണ് പോസിറ്റീവായിട്ട് അത് നിൽക്കും, ഇവിടെയാണ് നെഗറ്റീവ് ഉണ്ട്. ആദ്യം കൊടുക്കുന്ന കുറച്ച് പൊട്ടൻഷ്യൽ വോൾട്ടേജ് നോക്കി, വോൾട്ടേജ് കൂടിയാലും കറണ്ടിനൊരു ഇൻക്രീസ് ഒന്നും ഉണ്ടായില്ല, ഇങ്ങനെ വരും. പെട്ടെന്നൊരു വാലിയ വരുമ്പോൾ ഇത് കറണ്ട് അങ്ങ് കൂടും. അതായത് ഇതിനെ എന്നിട്ട് ഇവിടുന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങ് വരപ്പിച്ചു കഴിഞ്ഞാൽ ഈ വോൾട്ടേജിനെയാണ് നമ്മൾ നീ വോൾട്ടേജ്, കാലിൻ്റെ മുട്ടെന്നൊക്കെ പറയാം അല്ലെ, KNEE, നീ വോൾട്ടേജ് എന്ന് പറയുന്നത്. അപ്പം നീ വോൾട്ടേജിൽ എന്നാ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ വോൾട്ടേജ് എത്തുമ്പോൾ ഡിപ്ലീഷൻ റീജിയൻ ഓവർകം ചെയ്യും. അറ്റ് ദാറ്റ് വോൾട്ടേജ് the depletion region overcome and there is a sharp increasing in the current. ഓവർകം ചെയ്തിട്ട് ഇഷ്ടംപോലെ ഹോൾസും ഇഷ്ടംപോലെ ഇലക്ട്രോൺസും കമ്പൈൻ ചെയ്ത് കറണ്ട് ഉണ്ടാകും. അതാണ് ആ ഒരു പർട്ടിക്കുലർ വോൾട്ടേജ്. അതാണ് നമ്മൾ മുമ്പേ ഞാൻ എഴുതുന്നില്ലേ, ദാറ്റ് ഈസ് 0.34 സിലിക്കൺ ആൻഡ് 0.74 ജർമ്മേനിയം.
അപ്പം അങ്ങനെ നീ വോൾട്ടേജ് ഇങ്ങനെ ഒരു ഗ്രാഫ് വരച്ചിട്ട് ഇതൊക്കെ എന്നാന്നൊക്കെ ചോദിക്കുക അടയാളപ്പെടുത്താനൊക്കെ. അപ്പം ഇങ്ങനെ രണ്ടാമത് ഒരെണ്ണം വരയ്ക്കുകയാണെങ്കിൽ അതിന് കുറേ മാറി ഇങ്ങ് വന്നേച്ച് ഇങ്ങനെ അങ്ങ് പോകും. അപ്പം ഇവിടുന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുമ്പം അത് 0.7 വോൾട്ട് ആയിരിക്കും. അതാണ് ദ നീ വോൾട്ടേജ് ഓഫ് ജെർമേനിയം. ദിസ് ഈസ് ദ നീ വോൾട്ടേജ് ഫോർ സിലിക്കൺ. സോ ഫോർവേഡ് ബയാസ് എന്ന് പറയുന്നത് ഇതാണ്. നമുക്ക് ഒരു ഫോർവേഡ് കറണ്ട് ഉണ്ടാക്കണം. അതായത് ഡിപ്ലീഷൻ റീജിയനെ ഓവർകം ചെയ്യണം. ആ ഡിപ്ലീഷൻ റീജിയനെ ഓവർകം ചെയ്യുമ്പം ഇപ്പൊ പി ടൈപ്പ് എന്ന് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോൾ ഉള്ളതാണ് അല്ലേ. മജോറിറ്റി ചാർജ് കാരിയർ ആയിരിക്കും പി ടൈപ്പിൽ. പി ടൈപ്പിൽ ഹോൾസ് ആർ മജോറിറ്റി ചാർജ് കാരിയേഴ്സ്. എൻ ടൈപ്പിൽ ഇലക്ട്രോൺസ് ആർ മജോറിറ്റി ചാർജ് കാരിയേഴ്സ്. സോ ഇവിടെ കണ്ടക്ഷൻ നടക്കുന്നത് മജോറിറ്റി ചാർജ് കാരിയേഴ്സിന്റെ മോഷൻ അല്ലെങ്കിൽ മൂവ്മെന്റ് മൂലമാണ്. സോ ദിസ് ഈസ് ദ ഫോർവേഡ് ബയാസിംഗ്. അതായത് വി അപ്ലൈ ദ പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററി ടു ദ പി റീജിയൻ and negative terminal to the n region. Then the electrons and holes moving towards the central region or depletion region, and it decreases the width, and at a particular voltage the depletion region overcome and there is a sharp increase in current occurred, and that voltage is called, sometimes we can call it as knee voltage. Knee voltage is at that particular voltage there is a sharp increase of current is occurred, and it is 0.34 silicon, and that is 0.74 silicon. Sorry, that is 0.74 silicon, 0.34 Germany. ഇതാണ് ഫോർവേഡ് ബയസ്. നൗ കൺസിഡർ ദ റിവേഴ്സ് ബയാസ്. റിവേഴ്സ് ബയാസിൽ ഇതിന്റെ കൃത്യം ഓപ്പോസിറ്റ്. അതായത് പഠിക്കാൻ വളരെ എളുപ്പമാണ്. ബാറ്ററിയുടെ ടെർമിനൽ ഒന്ന് തിരിച്ചു കൊടുത്തിരിക്കുക. അപ്പൊ എന്നാ പറ്റും? പിയിലെ ഹോൾസിനെ ഇങ്ങോട്ട് പോവും, എന്നിലെ ഹോൾസുകൾ ഇങ്ങോട്ട് പോവും. ഓക്കെ, പിയിലെ ഹോൾസുകൾ എന്നിലോട്ട് പോസിറ്റീവിനെ ഈ നെഗറ്റീവ് അട്രാക്ട് ചെയ്ത് ബാറ്ററിയുടെ ടെർമിനലിലോട്ട് അട്രാക്ഷൻ ആവും. എന്നിലെ ഇലക്ട്രോൺസിനെ പോസിറ്റീവ് ടെർമിനലിൽ ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യും. അപ്പോൾ എന്നാ പറ്റി? മജോറിറ്റി ചാർജ് കാരിയേഴ്സ് മൂവ് ചെയ്യുന്നില്ല അല്ലേ. ഇവിടെ പറഞ്ഞ പോലെ ഇതാണ് അതിൻ്റെ നെഗറ്റീവ് ടെർമിനൽ, ഇതാണ് പോസിറ്റീവ് ടെർമിനൽ. ഇവൻ ഇങ്ങോട്ട് വലിക്കും, ഇവൻ ഇങ്ങോട്ട് വലിക്കും. അപ്പൊ എന്നാ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓരോ പോയിന്റ് ആയിട്ട് പറയാം. ഡിപ്ലീഷൻ റീജിയന്റെ വിഡ്ത്ത് കൂടും, ഡിപ്ലീഷൻ റീജിയന്റെ വാല്യൂ അല്ലെങ്കിൽ വിഡ്ത്ത് കൂടും. പിന്നെ എന്ത് പറ്റും? അവിടെ ഫോർവേഡ് മോഷൻ, ഇലക്ട്രോൺ ഹോൾ അല്ലെങ്കിൽ ഇലക്ട്രോൺ ഹോൾ റീകോമ്പിനേഷൻ ഉണ്ടാവില്ല. there is no combination of ഇലക്ട്രോൺ ഹോൾ പെയർ, അല്ലെങ്കിൽ മജോറിറ്റി ചാർജ് കാരിയേഴ്സ് മൂലമുള്ള കറണ്ട് ഇല്ല. മജോറിറ്റി ചാർജ് കാരിയേഴ്സ് പിയിലാണെങ്കിൽ ആരാണ്? ഹോളും, എന്നിലാണെങ്കിൽ ഇലക്ട്രോൺസും ആണ്. ദിസ് മജോറിറ്റി ചാർജ് കാരിയേഴ്സ് മൂലമുള്ള കറണ്ട് ഉണ്ടാവില്ല, നോട്ട് പ്രൊഡ്യൂസ്. പക്ഷേ ഇപ്പം പി ടൈപ്പിലും എൻ ടൈപ്പിലും നമ്മൾ പറഞ്ഞു, പി ടൈപ്പ് എന്ന് പറയുന്നതിൽ പി ടൈപ്പില് ഹോള് മജോറിറ്റി ആണ്. എന്നിരുന്നാലും അവിടെ വളരെ ചെറിയ ഇലക്ട്രോൺസിന്റെ അല്ലെങ്കിൽ മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് ഉണ്ടായിരിക്കും. ഈ മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് മൂവ് ചെയ്യും. മജോറിറ്റി ചാർജ് കാരിയേഴ്സ് മൂവ് ചെയ്യല, അല്ലെങ്കിൽ ഇവിടെ റീകോമ്പിനേഷൻ ഉണ്ടാകില്ല. പക്ഷെ മൈനോറിറ്റി ചാർജ് കാരിയേഴ്സിന്റെ ഒരു ഫ്ലോ ഉണ്ടാവും.
അതായത് പൊട്ടൻഷ്യൽ എങ്ങനെ കൊടുത്തപ്പം റിവേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ തലതിരിച്ച് കൊടുത്തപ്പം മൈനോറിറ്റി ചാർജ് കാരിയേഴ്സിന്റെ ഒരു ഫ്ലോ ഉണ്ടാവും. അപ്പം നമ്മൾ അതിനെ അപ്പം മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ഒരു റിവേഴ്സ് കറണ്ട് ഉണ്ടാവും. റിവേഴ്സ് കറണ്ട് ഉണ്ടാവും. അത് നല്ലതല്ല, കാരണം ഇതാണ്, ഇതിപ്പം നമ്മളുടെ VI ഡയഗ്രാം ആണെന്ന് ഇരിക്കട്ടെ. ഇപ്പൊ എക്സ് ആക്സിസും വൈ ആക്സിസും വരച്ച് കഴിയുമ്പോൾ ഞാൻ റിവേഴ്സ് എന്ന് കാണിക്കാൻ വേണ്ടി ഇവിടെ വരയ്ക്കണം. നെഗറ്റീവ് പാർട്ട് ഗ്രാഫിന് നെഗറ്റീവ് സൈഡിൽ മൈനോറിറ്റി കറണ്ട് ഇങ്ങനെ ആദ്യം ഇല്ലായിരിക്കും. വീണ്ടും ബയാസിങ് കൂടി വരുമ്പം വോൾട്ടേജ് കൂടി കൂടി പുറകോട്ടുള്ള വോൾട്ടേജ് വലിച്ചു കഴിയുമ്പം, അതായത് ഇങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കണം, അത് കൂട്ടി കൂട്ടി വരുമ്പം പെട്ടെന്ന് ഒരു സ്ഥലത്ത് വരുമ്പോഴത്തേന് ഇൻക്രീസ് ചെയ്യും. ഒന്നുകൂടെ കുറച്ചുകൂടെ ഒരു ഗ്രാഫിനൊരു പെർഫെക്ഷൻ വേണം. ഇങ്ങനെ വന്നേച്ച് ഇങ്ങനെ ഒരു ഇൻക്രീസ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഒരു വോൾട്ടേജ് നമുക്ക് പറയാം, ഒരു പർട്ടിക്കുലർ വോൾട്ടേജ്, അതിനെ വിളിക്കുന്ന പേരാണ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്. ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്. അപ്പൊ ഇത് കൊടുത്തത് റിവേഴ്സ് വോൾട്ടേജ് ആണ്. ഇവിടെ ഉണ്ടായത് റിവേഴ്സ് കറണ്ട് ആണ്. അത് വളരെ ചെറുതാണ്, ഇൻ മൈക്രോ ആംബിയർ ഒക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇങ്ങനെ റിവേഴ്സ് കറണ്ട് ഉണ്ടായി വെച്ച് ഈ PN ജംഗ്ഷൻ ബ്രേക്ക് ആവും. അല്ലെങ്കിൽ PN ജംഗ്ഷൻ ആണ് ആക്ച്വലി നമ്മളുടെയൊക്കെ ഒരു ഡയോഡ് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ഡയോഡ്. ഡയോഡ് നമ്മൾ അറിയാം, ഇലക്ട്രോണിക് ഇതാണ്, നമ്മൾ മേടിക്കുവാണ്. അപ്പൊ ഇങ്ങനെ റിവേഴ്സ് ബയാസ് കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ പോസിറ്റീവ് അങ്ങോട്ട് നെഗറ്റീവും, നെഗറ്റീവ് ഇതാണ് എൻ്റെ നെഗറ്റീവ് സൈഡ്. ഇപ്പം നെഗറ്റീവിൻ്റെ വരെയുള്ളത് നെഗറ്റീവ് നോക്കാലും മതി. ഇതിനകത്തോട്ട് നമ്മൾ ഈ പറയുന്ന പോലെ റിവേഴ്സ് ബയാസ് അപ്ലൈ ചെയ്തേച്ച് റിവേഴ്സ് കറണ്ട് കൂടിക്കഴിഞ്ഞാൽ ഈ ഡയോഡ് ബ്രേക്ക് ആകും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഡയോഡ് അങ്ങ് കത്തിപ്പോവും. ആ ഡയോഡ് നമുക്ക് നഷ്ടമാകും. അപ്പം നമ്മൾ ഈ സർക്യൂട്ടൊക്കെ ഡിഗ്രി തലങ്ങളിലൊക്കെ നമ്മൾ എക്സ്പെരിമെൻ്റ് ചെയ്യുമ്പം നമ്മൾ കൊടുത്തിരിക്കുന്ന കണക്ഷൻ തിരിച്ചാണ്, എന്നിട്ട് നമ്മളൊരു നല്ല വോൾട്ടേജ് ആണ് കൊടുക്കുന്നതെങ്കിൽ നമ്മളുടെ ഡയോഡ് ബ്രേക്ക് ആവും. അതിനെയാണ് നമ്മൾ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എന്ന് പറയാൻ കാരണം. ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്. അറ്റ് ദാറ്റ് വോൾട്ടേജ് എന്നാ പറ്റുന്നത്, മൈനോറിറ്റി കറണ്ട് ആണ് ലാർജ് ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്നത്. മൈനോറിറ്റി കറണ്ട് ഇൻക്രീസ് റാപ്പിഡ്ലി ഓർ ഷാർപ്പ്, അങ്ങനെയാണ് പറഞ്ഞത്. റാപ്പിഡ്ലി ഇൻക്രീസ് ചെയ്തിട്ട് ബ്രേക്ക് ദ റിവേഴ്സ് കറണ്ട് സഡൻലി ഇൻക്രീസ്ഡ് ആൻഡ് ദ റിവേഴ്സ് ഡയറക്ഷൻ ആൻഡ് ദ ഡയോഡ് ഗെറ്റ് ഡാമേജ്ഡ്. നമ്മൾ ഡയോഡ് ഡാമേജ് ആയി പോകും, അല്ലെങ്കിൽ അത് കത്തിപ്പോവും. ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയ ഒച്ചയിൽ ഒരു പുകഞ്ഞങ്ങ് കത്തിയങ്ങ് പോകും. ഡയോഡ് ഗെറ്റ് ഡാമേജ്ഡ്. ആക്ച്വലി ദീസ് ആർ ദ ബയാസിങ് ഓഫ് PN ജംഗ്ഷൻ. റിവേഴ്സ് ബയാസിൽ ഒന്നുകൂടെ പറയാം. റിവേഴ്സ് ബയാസിൽ ഹോൾ ഉള്ളിടത്തോട്ട് നെഗറ്റീവും ഇലക്ട്രോൺ ഉള്ളിടത്തോട്ട് പോസിറ്റീവും ടെർമിനൽ കൊടുക്കും. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടുമാണ് വലിക്കുന്നത്. ഡിപ്ലീഷൻ റീജിയൻ ഓവർകം ചെയ്യുന്നില്ല. അതുകൊണ്ട് അവിടുത്തെ മജോറിറ്റി കറണ്ട് 0 ആണ്. അതൊരു നല്ല ടേമാണ്, അതും കൂടെ നമുക്ക് ഒരു പോയിന്റ് ആയിട്ട് എഴുതാം. മജോറിറ്റി കറണ്ട് 0 ആണ്. പക്ഷെ അവിടെ വളരെ മൈനോറിറ്റി ചാർജ് മൂലം ഒരു മൈനോറിറ്റി കറണ്ട് ഉണ്ടാകുന്നുണ്ട്. മൈനോറിറ്റി എന്ന് പറഞ്ഞാൽ P ടൈപ്പിലാണെങ്കിൽ ഇലക്ട്രോണും N ടൈപ്പിലാണെങ്കിൽ ഹോൾസും തലതിരിഞ്ഞ്. P ടൈപ്പിൽ ശരിക്കും ഹോൾ ആയിരിക്കുന്നതാണ് മജോറിറ്റി, N ടൈപ്പിൽ ഇലക്ട്രോൺ ആയിരിക്കുന്നതാണ് മജോറിറ്റി. മൈനോറിറ്റി ചാർജ് ഒരു മൈനോറിറ്റി കറണ്ട് ഉണ്ടാവും. ഈ മൈനോറിറ്റി കറണ്ട് ഉണ്ടാകുമ്പം വോൾട്ടേജ് ഈ ആക്സിലോട്ട് നെഗറ്റീവ് റിവേഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്ന് കാണിക്കാൻ കൊടുത്തത്, എന്നാൽ ഇങ്ങോട്ട് വരുമ്പോൾ കൂടിക്കൂടി വരുവാണ്. മൈനോറിറ്റി വോൾട്ടേജ് റിവേഴ്സ് വോൾട്ടേജ് കൂടിക്കൂടി വരുമ്പോൾ മൈനോറിറ്റി കറണ്ടും കൂടി വന്നേച്ച് ഒരു പർട്ടിക്കുലർ ഇതായി കഴിയുമ്പം പെട്ടെന്ന് അങ്ങ് ഇൻക്രീസ് ചെയ്യും. അതായത് അവിടെ വെച്ച് നമ്മുടെ ഡയോഡ് ബ്രേക്ക് ഡൗൺ ആയി. ഇത് മുഴുവൻ ഇങ്ങോട്ടും പോകും, ഇത് മുഴുവൻ അങ്ങോട്ടും പോകും. ഡിപ്ലീഷൻ റീജിയന്റെ വീതി കൂടി മൈനോറിറ്റി കറണ്ട് ഇൻക്രീസ് ചെയ്ത് ഹീറ്റായി നമ്മുടെ ഡയോഡ് ഡാമേജ് ആവും.
പക്ഷെ അവിടെ വളരെ ചെറിയ മൈക്രോ ആംബിയർ കറണ്ട് ആണ് ഉണ്ടാകുന്നത്. അത് മൈനോറിറ്റി ചാർജ് കാരിയേഷൻ മൂലമാണ്. അവിടെ പഠിക്കേണ്ട 2-3 ടേമാണ്. ഒന്ന് റിവേഴ്സ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്, then this reverse current or minority current, then the breakdown. ഓക്കെ, അത്രയും മതി. ഇവിടെ നമ്മൾ നീ വോൾട്ടേജ് ഷാർപ്ലി ഇൻക്രീസ് ചെയ്യുന്ന നീ വോൾട്ടേജ് സഡൻലി ഡാമേജ് ആകുന്നത് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഡയോഡ് എങ്കിൽ, ഇതാണ് ഡയോഡിന്റെ റെപ്രസെന്റേഷൻ എങ്കിൽ, അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഫിഗറും വരയ്ക്കാം. ഒരു ഡയോഡ് ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഡയോഡിന്റെ നെഗറ്റീവിന്റെ അറ്റത്തോട്ട് നെഗറ്റീവും പോസിറ്റീവിന്റെ അറ്റത്തോട്ട് പോസിറ്റീവും കൊടുക്കുന്നു. ഇതാണ് ഫോർവേഡ് ബയാസ്. ശരിയല്ലേ? പോസിറ്റീവിന്റെ അറ്റത്തോട്ട് പോസിറ്റീവ് കൊടുത്തു, നെഗറ്റീവിന്റെ അറ്റത്തോട്ട് നെഗറ്റീവ്. ഇവിടെ അങ്ങനെ വരയ്ക്കാം. ഇവിടെ ഇതാണ് നമ്മുടെ ഡയോഡ് എങ്കിൽ ഈ വര വരുന്നത് നെഗറ്റീവിന്റെ അവിടെ നിന്നോട്ട് തലതിരിച്ച് കൊണ്ടുവരണം, പുറത്തോട്ട് വലിച്ചെടുക്കണം. അപ്പൊ ഇവിടെ പോസിറ്റീവും ഇവിടെ നെഗറ്റീവും കൊടുത്തു കഴിഞ്ഞാൽ അത് റിവേഴ്സ് ബയാസ്. സോ ദിസ് ഈസ് ഫോർവേഡ് ബയാസ്. ഒരിക്കൽ കൂടി അതിന്റെ മറ്റൊരു ഫിഗർ ഇങ്ങനെയാണ് പരീക്ഷയിലെ ക്വസ്റ്റ്യൻ പേപ്പർ തരുന്നതെങ്കിൽ ഇങ്ങനെ ഡയോഡ് തന്നാലും മതി. ദിസ് ഈസ് ഫോർവേഡ് ബയാസ്, ദിസ് ഈസ് റിവേഴ്സ് ബയാസ്. ദിസ് ഈസ് ദ ഫോർവേഡ് ബയാസിങ് ആൻഡ് റിവേഴ്സ് ബയാസിങ് ഓഫ് PN ജംഗ്ഷൻ. മെയിൻലി ഗ്രാഫാണ് ചോദിക്കാൻ സാധ്യത. ഏതെങ്കിലും ഒരു ഗ്രാഫ് വന്നിട്ട് ആ ഗ്രാഫിലെ പോയിന്റ് അടയാളപ്പെടുത്തുക. ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് അല്ലെങ്കിൽ ന്യൂ വോൾട്ടേജ് പോയിന്റ് അടയാളപ്പെടുത്തിക്കുമ്പോൾ അടുത്ത ചോദ്യം അതെങ്ങനെയാണ്, വാട്ട് ഈസ് മീൻ ബൈ ദാറ്റ് വോൾട്ടേജ്. പിന്നെ അടുത്ത ചോദ്യം എക്സ്പ്ലനേഷൻ, ആ ഫോർവേഡ് ആണോ റിവേഴ്സ് ആണോ ആ ബയാസിങ്ങിനെ കുറിച്ച് എഴുതാൻ ചോദിക്കും. സോ വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്.